ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരു പകൽക്കാലം കൂടി കാണുവാൻ വലിയവനായ ദൈവം നമ്മെ അനുവദിച്ചല്ലോ. ഇന്ന് ഈ നല്ല കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നാം 33-34 വാക്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ലോകത്തിൽ നീതീകരിക്കപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് ദൈവമക്കൾ. ആർക്കുമേ നീതീകരണത്തിലേക്ക് കടന്നു വരാം. കാരണം കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ചപ്പോൾ, തന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു. ഒരേ ഒരു വ്യവസ്ഥ, തന്റെ പാപങ്ങളെ അംഗീകരിക്കുക, യേശുക്രിസ്തു ഏകസത്യ ദൈവമാണെന്ന് അംഗീകരിക്കുക, ആ കർത്താവിലേക്ക് കടന്നു വരിക. എന്റെ പാപത്തിന് പരിഹാരമായി ക്രിസ്തു മരിച്ചുവെന്നുള്ള അംഗീകരണം, അത് നിങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും അതോടൊപ്പം നീതീകരണവും നിങ്ങൾക്ക് ലഭിക്കും. 34-ാം വാക്യത്തിൽ ശിക്ഷ വിധിക്കുന്നവനാർ? യേശുക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ആരാണ് ശിക്ഷ വിധിക്കുന്നത്? ശിക്ഷ വിധിക്കുവാനും ഏക അധികാരമുള്ള വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവ് ഇന്ന് നമ്മെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം നാം ഇന്നലെയും ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് തന്നെ വളരെ സ്വാധീനിച്ചതായ ഒരു കാര്യം നാം 34-ാം വാക്യത്തെ വായിക്കുന്നത്, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും പറ്റി വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് നാം. അത് സത്യവുമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം മുഖാന്തരമാണ് നമുക്ക് രക്ഷ പ്രാപ്തമായത്. എന്നാൽ ഇന്ന് അതിനു തുല്യമായ ഒരു ശുശ്രൂഷ കർത്താവ് സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും നാം മറന്നു പോകുകയാണ്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ധാരാളം കുറവുകൾ വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ വരാറുണ്ട്. പിതാവായ ദൈവത്തിന്റെ നീതിയുടെ വാൾ നമ്മുടെ നേരെ ഓങ്ങുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇന്റർസെഷറി പ്രയർ, ഇന്റർസീഡിങ് ഫോർ us. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ പകുതി വഴിയിലാക്കിയിട്ട് പോകുന്നില്ല. കർത്താവ് തന്റെ ശരീരം യാഗമായി അർപ്പിച്ചു, തന്റെ ജീവിതം നമുക്ക് വേണ്ടി നൽകി, തന്റെ പരിശുദ്ധ രക്തം ക്രൂശിൽ ചിന്തി, താൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി. ഇനി കർത്താവിന് ഇങ്ങനെ ചിന്തിക്കാം, എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി അവര് തന്നെ നോക്കട്ടെ. അങ്ങനെ പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു കർത്താവിനെയല്ല ഞങ്ങൾ സേവിക്കുന്നത്. ആരെങ്കിലും നിരാശയിലോ ദുഃഖത്തിലോ പാപത്തിലോ ജീവിക്കുന്നെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന കർത്താവിലേക്ക് കടന്നു വരിക. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കിയാൽ നന്ദിയോടെ സ്തോത്രം. ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വളരെ സമാധാനവും സന്തോഷവും വരുവാനായിട്ട് ഇടയായിത്തീരും. 1 യോഹന്നാന്റെ ലേഖനം ഈ ഇത്തരുണത്തിൽ വായിക്കുന്ന ഉത്തമമായിരിക്കും. 1 യോഹന്നാൻ അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി പോയി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷവും ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവധിയില്ല എന്ന് പറഞ്ഞ വചനം നിലനിൽക്കുമ്പോഴും നമുക്കൊരു കാര്യം അറിയാം, ഇന്ന് മരിച്ചാൽ നാം കർത്താവിനോട് കൂടിയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എന്നാൽ ഈ പാപജഡത്തിൽ പാപമുണ്ട് എന്ന് അംഗീകരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി നമ്മളാരും പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മെ വഞ്ചിക്കുന്നു, നമ്മിൽ സത്യമില്ലാതെ പോയി. എന്നാൽ 9-ാം വാക്യം എന്ത് പറയുന്നു? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട്
പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വലിയവനായ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പാപത്തെ ഒന്ന് അംഗീകരിക്കുക. പാപം ചെയ്തത് എന്താണതുപോലെ ഏറ്റുപറയുക. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്. എന്നാൽ പാപം ചെയ്തു പോയാൽ, കാരണം നമ്മുടെ കർത്താവ് ഇന്നും നീതിമാനും വിശ്വസ്തനുമാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ് എന്ന് നാം കാണുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. എന്നിട്ട് പറയുന്ന കാര്യം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുന്നു. നമ്മുടേത് മാത്രമല്ല, സകല ലോകത്തിന്റെയും പാപത്തിന് തന്നെ. ഇന്ന് കാര്യസ്ഥനായി പക്ഷപാതം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു ദൈവത്തിന്റെ ആശ്വാസത്തിന് കാരണം. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഈ വിധത്തിൽ പ്രയാസത്തിലാണെങ്കിൽ ഈ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരിക. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്ന പോലെ അംഗീകരിക്കുക, വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഈ കർത്താവിനെ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടെങ്കിൽ ക്രിസ്തുവിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു പ്രഭാതം കൂടി നൽകിയല്ലോ, നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ദിവസം നിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ടെന്നുള്ള വലിയ കർത്താവെ ആശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ പൂർണ്ണമായി നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.